ശ്രീ പദ്ധതിയിലെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ട തീയതിയെ ചൊല്ലിയും വിവാദം. ഇന്നലെയാണ് പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വാദിക്കുമ്പോഴും ധാരണാപത്രം തയ്യാറായത് ഒക്ടോബർ 16-നാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. CPI മന്ത്രിമാർ എതിർപ്പുയർത്തിയിട്ടും ധാരണാപത്രം തയ്യാറായ കാര്യം അവസാന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി മറച്ചുവെച്ചെന്നാണ് ആരോപണം. അവസാന മന്ത്രിസഭായോഗം ചേർന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ്. അന്ന് കടുത്ത എതിർപ്പാണ് PM ശ്രീ പദ്ധതിക്കെതിരെ CPI മന്ത്രിമാർ ഉയർത്തിയത്. അന്ന് തീർത്തും നിശബ്ദനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. എന്നാൽ ആ മന്ത്രിസഭായോഗം നടക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുൻപ് തന്നെ ധാരണാപത്രത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. ഇതുപ്രകാരം ഈ മാസം 16-ന് കേന്ദ്രം ധാരണാപത്രം ഔദ്യോഗികമായി തയ്യാറാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ധാരണാപത്രം അന്ന് തന്നെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൈപ്പറ്റിയ ഈ ധാരണാപത്രത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി U വാസുകിയും സമഗ്ര ശിക്ഷ കേരള ഡയറക്ടർ സുപ്രിയ AR-ഉം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചിത്ര S-ഉം ഒപ്പിട്ടു. ശേഷം ഇന്നലെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും സമഗ്ര ശിക്ഷ കേരള ഡയറക്ടറും ഈ ധാരണാപത്രം ഡൽഹിയിൽ വെച്ച് കേന്ദ്രത്തിന് കൈമാറിയത്. ഇതുപ്രകാരം 16-ാം തീയതിയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഉടമ്പടി നിലവിൽ വന്നത്. അതായത് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മൗനം പാലിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമെന്ന് വ്യക്തം. ഈ വിവരം പുറത്തുവന്നതോടെ ഇന്നലെ മാത്രമാണ് ധാരണാപത്രത്തിൽ തീരുമാനമായതെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദങ്ങളാണ് സംശയത്തിന്റെ നിഴലിലാവുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.